ലൈവിലെ അൻസിബയും ഋഷിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ഗെയിമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, അവരവരുടെ ഭാവി കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവരുടെ ദേഷ്യത്തെക്കുറിച്ച്, അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട്, നമുക്ക് ഇത് പറയാനുള്ള റീസൺ ഉണ്ട്. വേറൊരു വ്യക്തിയെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് അവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണിക്കുന്നില്ല. ആ സീൻ നമുക്ക് മുഴുവനായിട്ട് കാണിക്കുന്നില്ല. അവിടെ നിന്ന് ഇവിടുന്ന് മാത്രമാണ് ലൈവിൽ ആ ഒരു ടോപ്പിക്ക് കാണിക്കുന്നത്. അവിടെ ഇവർ സംസാരിക്കുന്നത്, എൻ്റെ ദേഷ്യം ശരിക്ക് നിനക്ക് അറിയില്ല, ഞാനിവിടെ എൻ്റെ ദേഷ്യത്തിൻ്റെ വളരെ ചുരുക്കം മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. പുറത്താണ് എൻ്റെ കറക്റ്റ് ദേഷ്യം. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നറിയില്ല എന്ന് ഋഷി പറയുന്നുണ്ട്. അപ്പം അൻസിബ പറയുന്നുണ്ട്, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് നിൻ്റെ അടുത്ത് പറയാതിരുന്നത്. 2 ദിവസമായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. 2 ദിവസമായിട്ട് എനിക്കൊരു മോശം അനുഭവം ഉണ്ടാവുന്നു. പക്ഷേ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് പോയി ചോദിക്കുന്നതിന് പകരം ആദ്യം അടിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയാത്തത് എന്ന് അൻസിബ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഋഷി പറയുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞു നന്നായി, എന്തായാലും ഞാൻ ചോദിക്കും, ചോദിക്കാതിരുന്നത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അൻസിബ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്യാത്തത് അയാൾക്ക് പുറത്തും ഒരു ജീവിതമില്ലേ, ഇത് കഴിഞ്ഞാലും പുറത്തിറങ്ങിയ ഒരു ജീവിതമില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്യാത്തത്. അവിടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് എന്തോ പോലെ ഫീൽ ചെയ്യുന്നു. 2 പേരും കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, അല്ലാതെയും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. എനിക്ക് അയാളുടെ അടുത്ത് എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു പാവമാണെന്ന് തോന്നിപ്പോയി, ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയി. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിന്നോട് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഋഷി പറഞ്ഞു, ഇല്ല, ഞാൻ ചോദിക്കും, ചോദിക്കാതിരുന്നാൽ ശരിയാവില്ല, നമുക്ക് എന്തായാലും ചോദിക്കാം, പറയാം, വേണ്ട, താല്പര്യമില്ല, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് നമുക്ക് പറയാം എന്ന് പറയുന്നുണ്ട് ഋഷി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജിൻഡോയുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അൻസിബയ്ക്ക് അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പാവമല്ലേ എന്ന് തോന്നിയിട്ട് നമുക്കൊരു സിമ്പതിയോ ഇഷ്ടമോ ഒക്കെ തോന്നിയത് കൊണ്ടല്ലേ എന്ന് അൻസിബ അവിടെ പറയണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ജിൻഡോയെ കുറിച്ചാണ്. ജിൻഡോയും രതീഷും വന്നിട്ട് അൻസിബയുടെ അടുത്ത് 2 ദിവസമായിട്ട് ഭയങ്കര സോപ്പ് ഇട്ട് പതപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലൈവിൽ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഈ വീട്ടിൽ നോക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും എന്നെ കെയർ ചെയ്യാനുള്ളത് അൻസിബ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ, ഒരാളെങ്കിലും എനിക്ക് വേണ്ടട എന്നൊക്കെ രതീഷിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ. അപ്പോൾ അവിടെ എൻ്റെ ചങ്കാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ജിൻഡോ പറയുന്നുണ്ട്, അൻസിബ എൻ്റെ ചങ്കാണെന്ന്. അപ്പം ഞാൻ ആരാന്ന് രതീഷ് അവിടെ ചോദിക്കുമ്പോൾ, നീ എൻ്റെ ഫ്രണ്ടാണ്, പക്ഷെ അൻസിബിയാണ് എൻ്റെ ചങ്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അൻസിബ വലിയ സുഖമില്ലാണ്ട് അവിടെ ഇന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇതുപോലെയുള്ള എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ജിൻഡപ്പൻ്റെ അടുത്ത് എന്തോ ഒരു ഇഷ്ടക്കേട് അവിടെ അൻസിബിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവരെന്തോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഋഷിയുമായിട്ട് അവിടെ ലൈവിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നത്.